സുഹൃത്തുക്കളെ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ നടുക്കത്തിലും സങ്കടത്തിലും ഒക്കെയാണ് നമ്മൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഇതിപ്പോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സംഭവിക്കാവുന്ന ഒരു കാര്യം ഒരു കുടുംബത്തിൽ സംഭവിച്ചു എന്ന നിലയിൽ തന്നെയാണ് നമ്മളൊക്കെ ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഇതിന്റെ കാരണം അന്വേഷിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തുടരുമ്പോൾ നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് അറിയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ അഫാൻ ഇതിലെ ഒരു പ്രതി മാത്രമാണല്ലോ ഉള്ളത്. കൊലപാതകങ്ങൾ നടത്തിയ അഫാന്റെ പിതാവ് റഹീമിനെ കുറിച്ചാണ്. ഈ റഹീം 25 വർഷം മുമ്പ് സൗദി അറേബ്യയിൽ വന്നു എന്നാണ് പറയപ്പെടുന്നത്. 25 വർഷം മുൻപ് സൗദി അറേബ്യയിലെ റിയാദിലെ ഷിഫ എന്ന സ്ഥലത്താണ് അദ്ദേഹം എത്തുന്നത്. അതിന്റെ ജ്യേഷ്ഠൻ ബഷീറാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ഒരു വലിയ കുടുംബമാണത്. ഈ സൽമാ ബീവി, മരണപ്പെട്ട സൽമാ ബീവിയുടെ 11 മക്കളിൽ 2 പേരാണ് ഈ റഹീമും ബഷീറും. അങ്ങനെ ബഷീർ റഹീം അനുജനായ റഹീമിനെ ഇവിടെ കൊണ്ടുവരുന്നു. അവര് നടത്തിയിരുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ഈ വാഹനങ്ങളുടെ ആക്സസറീസ് ഷോപ്പായിരുന്നു. അപ്പൊ ആദ്യം ബഷീറും റഹീമും ചേർന്നാണ് ആ ഷോപ്പ് നടത്തിയിരുന്നത്, ഒരു ഷോപ്പ്. അതിനുശേഷം റഹീം സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങുകയായിരുന്നു. അപ്പോ അദ്ദേഹം നല്ല രീതിയിൽ ആ ഷോപ്പ് മുന്നോട്ട് പോയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ കോവിഡ് വന്നതോടെയാണ് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് റഹീം പോകുന്നത്. അപ്പൊ അതുവരെ അത്യാവശ്യം നല്ല നിലയിൽ, പ്രത്യേകിച്ചും ഇത്രയധികം വർഷം സൗദി അറേബ്യയിൽ ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച്, ഒരു സൗദിയുടെ കീഴിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ സൗദിയുടെ സ്പോൺസർഷിപ്പിലാണെങ്കിൽ പോലും സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുണ്ടായിരുന്ന ഒരു ആളായിരുന്നു ഈ റഹീം. പക്ഷേ ഈ കോവിഡിന് ശേഷം അദ്ദേഹം വല്ലാതെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ്. അതായത് അദ്ദേഹം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 2 വർഷം മുമ്പ് ഈ അഫാനെയും, അതായത് മൂത്ത മകൻ അഫാൻ, രണ്ടാമത്തെ മകൻ, അതുപോലെ ഭാര്യ ഷെമി, ഇവരെയൊക്കെ റഹീം വിസിറ്റ് വിസയിൽ ഇവിടെ സൗദിയിൽ റിയാദിൽ കൊണ്ടുവന്നിരുന്നു. അവർ 6 മാസത്തോളം ഇവിടെ സന്ദർശക വിസയിൽ ഉണ്ടായിരുന്നു എന്നും അവിടെ നിന്നുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ, റഹീമിന്റെ അടുത്ത സുഹൃത്തുക്കളും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അവർ തിരിച്ചുപോയി. ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് കുറച്ചുകൂടി മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് റഹീം പോവുകയായിരുന്നു സാമ്പത്തികമായി. അങ്ങനെ 1 മാസം മുമ്പ് റഹീം ഈ റിയാദിലെ ഷിഫയിലുള്ള ഈ ഷോപ്പ്, ഈ വാഹനങ്ങളുടെ ആക്സസറീസ് വിൽക്കുന്ന ഷോപ്പ് പൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് ആദ്യം ജദ്ദയിലേക്കും പിന്നീട് ദമാമിലേക്കും പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ഫോണിൽ പോലും കിട്ടുന്ന ഒരവസ്ഥയായിരുന്നില്ല. അദ്ദേഹം സിമ്മ് തന്നെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. ഇപ്പോ ആ നമ്പറിൽ തന്നെയാണ് അദ്ദേഹത്തെ കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അപ്പൊ അതിനുശേഷം ഇപ്പൊ 1 മാസമായിട്ടേ ഉണ്ടാവത്തുള്ളൂ അദ്ദേഹം ഇപ്പൊ ദമാമിൽ എത്തിയിട്ട്. അപ്പൊ ദമാമിൽ ഇപ്പോ ചില സാമൂഹ്യ പ്രവർത്തകരുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തിന് 2 വർഷമായി ഇദ്ദേഹത്തിന്റെ സിവിൽ ID ഇഖാമ പുതുക്കിയിട്ടില്ല. സ്പോൺസറുമായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ കഴിയുമോ എന്നറിയില്ല. സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇടപെടുന്നുണ്ട്. അവരുടെയൊക്കെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അത് സാധ്യമാകുമോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി റഹീമിനെ അലട്ടിയിരുന്നു എന്ന് റഹീമിന്റെ അടുത്ത സുഹൃത്തുക്കളും അതുപോലെ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർ പലരും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത്രത്തോളം സാമ്പത്തികമായി മോശമായിരുന്നു റഹീമിന്റെ അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയും ആ സാമ്പത്തിക ബാധ്യതയും അഫാനെയും ബാധിച്ചിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ, അല്ലെങ്കിൽ ആ കുടുംബത്തെ തന്നെ ബാധിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെ ആകണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ അത്യാവശ്യം സമ്പന്നമായിട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് വല്ലാതെ ബാധ്യതകൾ എടുത്ത് തലയിലേക്ക് വയ്ക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരനെന്ന നിലയിൽ കൂടിയാകണം അഫാന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയത് എന്നുകൂടി കരുതുന്നവരുണ്ട്. ഇദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഈ സാമ്പത്തിക ബാധ്യത കാരണമാകണം റഹീം വർഷങ്ങളായി നാട്ടിൽ പോയിട്ട് 5 വർഷത്തിൽ കൂടുതൽ എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ഇത് പറയുമ്പോൾ ഇതിപ്പോ നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊന്നും നമ്മൾ അറിഞ്ഞില്ല, നമ്മളിതൊന്നും ബാധിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മാനസികാവസ്ഥയും നമുക്കുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഇതൊന്നും സംഭവിക്കില്ല. ഇപ്പൊ അഫാന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ റഹീമിന്റെ കുടുംബത്തിൽ സംഭവിച്ചത് നമ്മുടെ ആരുടെയും കുടുംബത്തിൽ സംഭവിക്കാവുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ ഒരു മാസ് ഹിസ്റ്റീരിയയുടെ കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളുടെ ജീവിത രീതി അങ്ങനെയാണ്. ഒരു വെർച്വൽ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ഓരോരുത്തരും ഈ ഓരോ മൊബൈൽ ഫോണുകളിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മറ്റൊരു കാര്യം, ഈ പ്രവാസികളെ സംബന്ധിച്ച്, പ്രവാസികൾ പലപ്പോഴും ഇവിടെ കിട്ടുന്ന പൈസ, പ്രവാസ ലോകത്ത് അവര് ഈ ചോര നീരാക്കി പണിയെടുത്തുണ്ടാക്കുന്ന പൈസ, അതും പിന്നെ കടം വാങ്ങിച്ചും കൂടെയാണ് നാട്ടിലേക്ക് അയച്ച് തങ്ങൾക്ക് കിട്ടാതിരുന്നതൊക്കെയും തങ്ങളുടെ മക്കൾക്ക് കിട്ടണം. തങ്ങൾക്ക് കിട്ടാതിരുന്ന സൗഭാഗ്യങ്ങളിലൂടെ ആകണം
അതൊക്കെ അനുഭവിച്ചാകണം തങ്ങളുടെ മക്കൾ വളരേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടാത്തതും എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങളും അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രവാസികളെ സംബന്ധിച്ച്. മറ്റൊരു കാര്യം, ഇപ്പൊ ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറയുന്നത് പോലെ, ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഒരുപാട് പൈസയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരാളെന്ന ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ. അതുപോലെയാണ് ഈ പ്രവാസികളുടെ കുഞ്ഞുങ്ങളും. അവരെ സംബന്ധിച്ചും അവര് അത്യാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ളവരായിരിക്കും. കാരണം ഗൾഫിൽ നിന്ന് ഇങ്ങനെ പണം പമ്പ് ചെയ്യുകയാണല്ലോ. അപ്പൊ അങ്ങനെ സാമ്പത്തിക ഭദ്രതയുള്ളവരായിരിക്കും എന്നുള്ളത് കൊണ്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രവാസി കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ വാപ്പ അല്ലെങ്കിൽ അവരുടെ പപ്പ വിദേശത്താണ്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആകട്ടെ, അവിടെയൊക്കെയാണ് എന്നതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ളവരായിരിക്കും എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിനിടയിൽ ഉണ്ട് എന്നും അതുമായി ബന്ധപ്പെട്ട് അത്തരം കുട്ടികൾ ടാർഗറ്റ് ചെയ്യപ്പെട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ മയക്കുമരുന്ന് മാഫിയൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാഫികളുടെയൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെട്ട് അത്തരം കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ചതിക്കുഴിയിൽ വീഴ്ത്താനുള്ള സാഹചര്യം കൂടുതലായി നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട് എന്നുമൊക്കെ വിലയിരുത്തുന്നവരുണ്ട്. എന്റെ കയ്യിൽ അതിനുള്ള ഡേറ്റ ഒന്നുമില്ല. പക്ഷേ പൊതുവെ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ പോലും അങ്ങനെയാണല്ലോ. ഈ കൂടുതൽ സാമ്പത്തിക സ്ഥിതിയുള്ള വീടുകളിലെ കുട്ടികളായിരിക്കും ചിലപ്പോ അത്തരത്തിലുള്ള മാഫിയകളുടെയോ ലോബികളുടെയോ ഒക്കെ ചൂഷണത്തിനൊക്കെ ഇരയാകാനോ ഒക്കെ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ കൂടുതലായി അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഇപ്പൊ എനിക്ക് അറിയാവുന്ന എന്റെ വ്യക്തിപരമായി എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ, ഒരു സുഹൃത്തിന്റെ മകനാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നിലേറെ സുഹൃത്തുക്കളുടെ മക്കൾ ഇത്തരത്തിൽ, കാരണം അവര് പറയണത് അവർക്ക് പലതും അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. അപ്പൊ മക്കൾക്കെല്ലാം കിട്ടണം, മറ്റുള്ള കൂടെയുള്ള കുട്ടികൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ തങ്ങളുടെ മക്കൾക്ക് കിട്ടണമെന്നൊക്കെ അവരുടെ ആഗ്രഹമൊക്കെ കൊണ്ട്. പക്ഷെ ആ കുട്ടികളൊക്കെ പിന്നീട് അവർക്ക് നാട്ടിൽ ആ കുട്ടികളെ നിർത്തി പഠിപ്പിക്കാൻ പറ്റാതെ കൂടെ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അതായത് അവരെ തിരിച്ച് ഗൾഫിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ളൊരു പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞൊരു മാസ് ഹിസ്റ്ററിയുടെ പ്രശ്നമുണ്ട്. നമ്മളെ വാർത്തകൾ, അതിപ്പോ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം മാത്രമല്ലല്ലോ, കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളോ അല്ലെങ്കിൽ ഈ 2025 പിറന്നതിന് ശേഷമുള്ള വാർത്തകൾ മാത്രം എടുത്തു നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാകും. നമ്മുടെ നിരന്തരമായി ഇങ്ങനെ കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു പ്രവാസികളെ മാത്രം സംബന്ധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിലല്ല, പക്ഷേ എങ്കിലും പ്രവാസികൾ കൂടുതലായിട്ട് തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ സാമ്പത്തികമായ അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഇപ്പൊ ഞാൻ എന്നോടുകൂടി പറയുന്നത് പോലെ പറയുന്ന കാര്യമാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാവരും അവരിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് ചെയ്ത് കാണിക്കാനാണ് പ്രയാസമെന്ന് പറയുന്നത് പോലെ. എങ്കിലും അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും നമ്മുടെ അവസ്ഥയും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ അഫ്ഫാന്റെ കാര്യത്തിൽ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം തന്നെയാണ്. പക്ഷെ അത് അഫ്ഫാൻ എന്നൊരു ചെറുപ്പക്കാരനെ മാത്രം കേന്ദ്രീകരിച്ച് അവന്റെ മനസ്സിൽ മാത്രം ഉടലെടുത്തൊരു കുറ്റവാസനയുടെ ഭാഗമായിട്ടുണ്ടായതിനപ്പുറത്ത് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയുടെ ഭാഗമായി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ പിന്നിൽ കിടപ്പുണ്ട് എന്ന് കൂടി പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും 2 വർഷമായി ഒരാൾ ഇഖാമ പുതുക്കാതിരിക്കില്ല. തന്റെ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പ് പൂട്ടിയിട്ടിട്ട് ഈ കടക്കാരുടെ ശല്യം കാരണം ജദ്ദയിലേക്കോ ദമാമിലേക്കോ പോകില്ല. അപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആ പിതാവിനുണ്ടായിരുന്നു. ആ പിതാവിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തുകയില്ല. ആർക്കും സംഭവിക്കാവുന്നതാണ് ഈ സാമ്പത്തിക ബാധ്യതയും ബിസിനസ് പൊളിയുകയും ഒക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം നമുക്കറിയാം, അങ്ങനെ കോവിഡ് ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന്, സാമ്പത്തികമായ മുറിവുകളിൽ നിന്ന് കരകയറാത്ത എത്രയോ ആയിരക്കണക്കിന് പ്രവാസികൾ നമ്മുടെ നാട്ടിലും എത്രയോ മനുഷ്യരുണ്ട്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമാണ് ഈ ഘട്ടത്തിൽ കഴിയുക.